മെക്സവനെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെക്സവൻ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പ് പിണറായി സർക്കാർ അവഗണിച്ചു. മെക്സവന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കണം എന്ന് സംസ്ഥാന ഇന്റലിജൻസ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ഇന്റലിജൻസും സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായ വിവരം നൽകിയിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്ര ഗൗരവമുള്ള വിഷയം അവഗണിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. മെക്സവൻ വിവാദം വരുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവൃത്തികൾ, ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം ഒക്കെ കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കണം എന്നുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ പോലീസ് അത് അവഗണിച്ചു, സംസ്ഥാന സർക്കാരും അത് അവഗണിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശദാംശങ്ങൾ. രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്. അതായത് മെക്സവനെ സംബന്ധിച്ച വിവാദങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ വിട്ടിരുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് ആദ്യ സമയം തന്നെ എടുത്തിരുന്നു. മെക്സവന്റെ പ്രവർത്തനം തുടങ്ങി ആദ്യ ആഴ്ചകളിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണമെന്ന് സംസ്ഥാനത്തിന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ നിർദ്ദേശം പാടെ അവഗണിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയത്. തീവ്രവാദ ശക്തികളുടെ ഒരു നുഴഞ്ഞുകയറ്റം ഈ സംഘടനയ്ക്കകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ജാഗ്രതയോടെ ഇവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കണം. ആരൊക്കെയാണ് ഇവരുടെ പ്രവർത്തനത്തിൽ പിന്നിലുള്ളത്, എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മ നടക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായി പരിശോധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് നൽകിയിരുന്നത്. പക്ഷേ അതിനെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്തും ഈ സംസ്ഥാന ഇന്റലിജൻസിന്റെ ഒരു പൂർണ്ണമായ പരാജയം, ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗൗരവകരമായ വിഷയം കണ്ടെത്തുന്നതിൽ സംസ്ഥാന ഇന്റലിജൻസിന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സംസ്ഥാന ഇന്റലിജൻസും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മെക്സവന്റെ പ്രവർത്തനത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന് ശേഷം, കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ ഇടപെടലിന് ശേഷം സംസ്ഥാന ഇന്റലിജൻസും ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് എടുത്തിരുന്നു. അതായത് കേരളത്തിൽ തന്നെ ഈ രാജ്യദ്രോഹ ശക്തികൾക്ക് വിളനിലമായി അവർക്ക് സുഖമായി പ്രവർത്തിക്കാൻ, യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ പ്രവർത്തിക്കാനുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PFIയുടെ നിരോധനത്തിന് ശേഷം മറ്റു പല സംഘടനകളിലേക്കും ചേക്കേറാൻ ഈ നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ മെക്സവന്റെ പ്രവർത്തനം കൃത്യമായി തന്നെ വിലയിരുത്തണം. ഇതിന് പിന്നിൽ PFI ബന്ധമുള്ള ചില നേതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ P. മോഹനൻ പറയുന്ന ആ വിവാദങ്ങൾക്ക് ഒരുപാട് മുമ്പ് തന്നെ ഈ സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ എന്തുകൊണ്ട് ഈ കേന്ദ്ര ഇന്റലിജൻസ് കൃത്യമായി നിർദ്ദേശം നൽകുന്നു, സംസ്ഥാന ഇന്റലിജൻസ് കൃത്യമായി നിർദ്ദേശം നൽകുന്നു, പക്ഷേ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. നിരോധിച്ച ഒരു സംഘടനയുടെ ചുമതലയിൽപ്പെട്ട ആളുകളാണ് അത്. പിന്നീട് മാസങ്ങൾക്ക് ഇപ്പുറം CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ തുറന്നു പറയേണ്ടി വന്നിട്ട് പോലും സർക്കാർ ഈ വിഷയത്തിൽ പാലിച്ച മൗനം, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പാലിച്ച മൗനം, അതോടൊപ്പം തന്നെ CPMന്റെ മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ പാലിച്ച മൗനം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകരമായ അനാസ്ഥ എന്നല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ വിവാദങ്ങൾ എല്ലാം തന്നെ അതിൽ നിന്നും മലക്കം പറഞ്ഞുകൊണ്ട് P. മോഹനൻ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ വിഷയം P. മോഹനൻ ഉന്നയിച്ച ആ ആരോപണങ്ങൾ, ആ ഒരു വിഷയങ്ങൾ, അത് സമൂഹത്തിൽ ഗൗരവപരമായ ചർച്ചകൾ വരുന്നു. മെക്സവനിൽ നിന്നും കൂട്ടത്തോടെ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികൾ അത് കൃത്യമായി തന്നെ, സംസ്ഥാന ഇന്റലിജൻസും കേന്ദ്ര ഏജൻസികളും കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് കേന്ദ്ര ഏജൻസികൾ ഇവരുടെ പ്രവർത്തനത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഈ വ്യായാമ കൂട്ടായ്മയിൽ ആരൊക്കെയാണ് ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ഇവർക്ക് കൃത്യമായി ഈ
ഏറ്റവും പ്രധാനമായി ഇവർക്ക് ആരൊക്കെയാണ് പിന്തുണ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി അന്വേഷിക്കുന്ന ഒരു കാര്യം ഇവരുടെ ഫണ്ട് എങ്ങനെയാണ്. യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മെക്സവൻ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഇവരിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. പക്ഷേ ഇവർക്ക് ഈ പ്രവർത്തനത്തിലുള്ള ഫണ്ട് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറയുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ മെക്സവനിലേക്ക് ആകർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഇതുവരെ മെക്സവന്റെ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തത് ആരൊക്കെ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ. എന്തായാലും സംസ്ഥാന മന്ത്രിമാരടക്കം മെക്സവന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ആശംസാ പത്രങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തെല്ലാം ഏറെ ഗൗരവത്തോടെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരും സംസ്ഥാന ഇന്റലിജൻസും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും കുറ്റകരമായ ഒരു അനാസ്ഥ തന്നെയാണ് കേരള സർക്കാർ, ഇടതു സർക്കാർ, പിണറായി സർക്കാർ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. രോഹിണി, ശരി, അരുൺ കൊടുങ്ങൂർ അത് തന്നെയാണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നിലയിൽ ഇടപെടുന്നില്ല. നമ്മുടെ പ്രീതി ജയനെ പോലുള്ള പ്രേക്ഷകരും പറയുന്നത് ഒന്നും നടക്കില്ല, കേരളമല്ലേ ഇത്, കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നു. പക്ഷേ കേന്ദ്ര ഇൻ്റലിജൻസ് ഇത് വളരെ ഗൗരവത്തോടെയാണ് ഇക്കാര്യങ്ങൾ കാണുന്നത്. കാരണം ഇവർ ഈ സംഘടനകളൊക്കെ പേരു മാറിയാണ് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പഴയ മരുന്ന് പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അരുൺ കൈമാറിയത്.